എന്തിനാ കൊന്നേ? എൻ്റെ അമ്മയാ. ജയിക്കണമായിരുന്നു എൻ്റെ ശരികൾക്ക് വേണ്ടി. തെറ്റാണെന്ന് അറിഞ്ഞിട്ടു. ചെങ്ങന്നൂരിന്ന് എല്ലാം വിറ്റുപെറുക്കി 20 വർഷങ്ങൾ മുമ്പ് ഇങ്ങോട്ട് പോന്ന പപ്പയും അമ്മയും കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ടാണ് ഇവിടുത്തെ ജംഗ്ഷനിലെ ആ സ്ഥലവും കടയും വാങ്ങുന്നത്. ആദ്യമൊക്കെ നല്ല നിലയിൽ തന്നെയായിരുന്നു പപ്പയുടെ ബിസിനസ്. പക്ഷേ സ്ഥലത്തെ പ്രമാണിയായിരുന്ന സാമ്പീറ്ററിനും കൂട്ടാളികൾക്കും അതൊട്ടും പിടിച്ചില്ല. മെല്ലെ മെല്ലെ പപ്പയുടെ കച്ചവടം ക്ഷയിക്കാൻ തുടങ്ങി. ഗതിമുട്ടിയപ്പോൾ മമ്മയുടെ ബാക്കിയുണ്ടായിരുന്ന സ്വർണം കൂടി സാമ്പീറ്ററിനും വലിയ പലിശയ്ക്ക് പണയപ്പെടുത്തേണ്ടി വന്നു. പപ്പയ്ക്ക് എന്നിട്ടും പിടിച്ചു നിൽക്കാനായില്ല. ഒടുക്കം കട പൂട്ടേണ്ടി വന്നു. മണ്ണിലും പണത്തിലും ആർത്തിമൂത്ത സാമ്പീറ്റർ എല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ഒരു ദിവസം എൻ്റെ പപ്പയെ അതോടെ മമ്മി മാനസികമായും ശാരീരികമായും തളർന്നു. ഇളയമ്മയുടെ തണലിൽ പഠിച്ചു വളർന്ന ഞാൻ പിന്നീട് എല്ലാം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാനാ തോന്നിയത്. കുറച്ചു കാലത്തേക്കെങ്കിലും തന്റെ ശരികൾ ജയിക്കട്ടോ. Sir, we got the lead. A well-executed murder. What? Very professionally committed by a lady. Are you sure? അതെ സർ, സാം പീറ്ററിനെ കൊന്ന ഒരു സ്ത്രീയാണ്. Okay, go ahead. Keep updates. ഓക്കെ സർ. ചേച്ചി, ഞങ്ങളെ ഫാമിലി HIV എഫക്റ്റഡ് ആണ്. അപ്പയ്ക്ക് പറ്റിയൊരു അബദ്ധം. ഒരു ആക്സിഡൻറ്റിൽ അപ്പയുടെ മെൻറ്ററിൻ്റെ മകൻ്റെ ബ്ലഡ് ശേഖരിച്ചതാ. പെട്ടുപോയി അപ്പയും പിന്നെ ഞങ്ങളും. ഞങ്ങൾ ഓർത്തിട്ടാണ് ചേട്ടായി ചേച്ചിയോട് വഴക്ക് കൂടുന്നത്. പേടിയായിരുന്നു ചേട്ടായിക്ക്. തുറന്നു പറഞ്ഞാൽ ചേച്ചിയെ നഷ്ടപ്പെടുമോ എന്ന്. ഡോ, പേടിച്ചു പോയോ? ചേട്ടായി എഫക്റ്റഡ് അല്ല. അപ്പയ്ക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത് ഞാൻ ജനിക്കണ മുമ്പായതുകൊണ്ട് ഞാനും ഒരു വിക്ടിമാണ്. ചേട്ടായിക്ക് തന്നെ വലിയ ഇഷ്ടമാണോ? ഓക്കെ, ഇനിയെല്ലാം തനിക്ക് ഡിസൈഡ് ചെയ്യാം. പോട്ടെ.
വിന്നി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞു, വിനു നമുക്ക് ജീവിച്ചൂടെ അവരുടെയും കൂടെ ഒപ്പം ഒരുമിച്ച്. ആലപ്പുഴയിൽ നടന്ന സാം പീറ്റർ വധത്തിൽ പുതിയ വഴിത്തിരിവ്. കൊല നടന്ന വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ സ്ത്രീയുടേതെന്ന് ഉറപ്പിക്കാവുന്ന ഫുട് പ്രിന്റ്സും സ്ത്രീകൾ കാലിലണിയുന്ന വെർജിൻ ബാൻഡും മറ്റു തെളിവുകളും നിരത്തി കൊല നടത്തിയത് ഒരു സ്ത്രീയാണെന്ന ശക്തമായ നിഗമനം അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നു. ഉടൻ തന്നെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയിരിക്കുമെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ACP അരുൺകുമാർ മാധ്യമങ്ങളെ അറിയിച്ചു.